സാറേ അതുപോലെ ഇത്ര തന്നെ ഫേമസ് അല്ലെങ്കിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന ഒരു 2 കോഴ്സസുകളാണ് CCT RCT. MLT MIT പോലെ അത്ര ഫേമസ് അല്ല, ആളുകൾക്കൊന്നും അത്ര അറിഞ്ഞോളണമെന്നില്ല. ബട്ട് എന്താണ് ഇപ്പോൾ നവഡേയ്സ് വളരെയേറെ ഇമ്പോർട്ടൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് CCT RCT. CCT എന്ന് പറഞ്ഞാൽ കാർഡിയോ കെയർ ടെക്നോളജി, RCT എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. ഇത് രണ്ടും വരുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും, എമർജൻസി കെയർ ഏരിയ ഉണ്ടാവും, തീവ്ര പരിചരണ വിഭാഗം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ് ഇവർക്ക് ഉണ്ടാവുക. ഇപ്പോൾ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ശ്വാസകോശ ഇൻഫെക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ തന്നെ പലപ്പോഴും സ്മോക്കിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. RCT വരുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഡോക്ടേഴ്സ് ആ സ്പോട്ടിൽ മാത്രം അവിടെ ഉണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഇവരാണ് കെയർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ CCT അങ്ങനെ തന്നെയാണ്, കാർഡിയോ കെയർ ടെക്നോളജി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, റീസെൻ്റായിട്ട് ഏറ്റവും വലിയ ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. പക്ഷേ മുമ്പത്തെ പോലെയല്ല, മുമ്പ് തന്നെ അത് ഡയഗ്നോസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ ആൻറ്റിയോഗ്രാം, ആൻറ്റിയോപ്ലാസ്റ്റി കാര്യങ്ങളൊക്കെ. അതൊക്കെ ഈ CCTക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കാർഡിയോ കെയർ ടെക്നോളജി ആളുകളുമായി ബന്ധപ്പെട്ടുള്ള. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഒരു 80% റോളും ഉണ്ടാവുന്നത്. ഡോക്ടേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർട്ട് സർജറി ഉള്ള സമയത്ത് ഡോക്ടേഴ്സ് ജസ്റ്റ് വരുന്നു, പിന്നെ എന്താണ് അവർക്ക് ചെയ്യാനുള്ളത് അത് മാത്രം ചെയ്യുന്നു. ഈ ഹാർട്ട് ഓപ്പൺ ആക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, CCTക്കാരാണ്, കാർഡിയോ കെയർ ടെക്നോളജി പഠിക്കുന്ന ആളുകളാണ്. അത് സ്റ്റിച്ച് ചെയ്യുന്നതടക്കം അവരാണ്. ഡോക്ടേഴ്സ് ആ സമയത്ത് മാത്രം വരുന്നു, പക്ഷേ ഡോക്ടേഴ്സാണ് എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോകുന്ന ഡോക്ടേഴ്സാണ്. പക്ഷേ അതിന് മേജർ റോള് വരുന്നത് ഈ CCTക്കാർക്കാണ്. CCT ആയിക്കോട്ടെ RCT ആയിക്കോട്ടെ, രണ്ടിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 4 വർഷം തന്നെയാണ് വരുന്നത്. അഡ്മിഷൻ പ്രോസസ്സ് വരുന്നതും LBS ത്രൂ ഒക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഓക്കെ. ഇനി ഈ CCT RCT ഇതിൽ CCT ആർക്ക് ചൂസ് ചെയ്യാൻ പറ്റും, RCT ആർക്ക് ചൂസ് ചെയ്യാൻ പറ്റും? CCT ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഘടന, പ്രവർത്തന രീതികൾ ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇത് ചൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം പിന്നെ ആധുനികമായിട്ടുള്ള മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ECG എടുത്തു കഴിഞ്ഞാൽ ECGയുടെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒന്നും മനസ്സിലാവില്ല, കുറേ വരകൾ മാത്രമാണ്. പക്ഷേ കൃത്യമായിട്ട് ഇവർക്ക് അനലൈസ് ചെയ്തതിൻ്റെ എന്താണ് ഹാർട്ടിൻ്റെ ഹെൽത്ത്, ഇപ്പോൾ ഏത് രീതിയിലാണ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും, ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിയോടും ഒരു താല്പര്യം വേണം. അതുപോലെ തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രവർത്തന രീതി കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇവർക്കൊരു കാത്ത് ലാബ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി RCT മെയിൻലി ഇത് ആർക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരുടെ പോസ്റ്റിംഗ് എവിടെ വരും എന്നുള്ളതിനെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണം. ഇവർ മെയിൻലി ഇവരുടെ പോസ്റ്റിംഗ് വരും ICUകളിലാണ്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ആ റിക്കവറിങ് സ്റ്റേജിൽ ICUയിൽ ഉണ്ടാവുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഇവരാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ RCTക്കാരാണ് ഇവരെ പരിചരിക്കുന്നതും കെയർ ചെയ്യുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മെയിൻലി വരിക പിന്നെ ഒരു ടെക്നോളജിയോട് താല്പര്യം വേണം. നമ്മുടെ CCT പറഞ്ഞ പോലെ തന്നെ വെൻറ്റിലേറ്റർ സാങ്കേതിക വിദ്യകളും വെൻറ്റിലേറ്റർ മെഷീനറി കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ള ആളുകൾ ആയിരിക്കണം വരിക. അപ്പോൾ ഇവരുടെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടൈം ഫുള്ള് നമ്മുടെ ICU അറിയാലോ, വളരെ നല്ല തണുപ്പ് കോൾഡായിട്ടുള്ള സിറ്റുവേഷനിലുള്ള ഒരു സ്ഥലമായിരിക്കും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും വർക്കിംഗ് ആ ഒരു അന്തരീക്ഷത്തിലായിരിക്കും, ഒരു ICUവിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കും. മരുന്നുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെയും മണങ്ങളൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഇവരുടെ ജോലി ഉണ്ടാവുക.